ഈ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും ലേബർ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. കേരളം മാത്രമാണ് അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാത്തത്. പിന്നെ ആ പൊസിഷനാണുള്ളത്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസത്തിൽ ചേർന്ന ഓരോ സംസ്ഥാനങ്ങളുടെയും തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് തന്നെ കേരളത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്, നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, പി എം ശ്രീക്ക് സമാനമായിട്ടുള്ള കാര്യമേ അല്ല. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദത്തിന് വഴങ്ങി കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള പിന്നെ കത്ത് കൊടുക്കേണ്ടി അവർക്ക് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരു നടപടിയും അനുകൂലമായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനകത്ത് ഈ മാധ്യമങ്ങൾ ഇത്രയും പപ്രാളം കാണിക്കുന്ന? നമ്മുടെ തൊഴിൽ വകുപ്പ് രഹസ്യമായിട്ടാണോ ഇങ്ങനെ തയ്യാറാക്കിയത്? നമ്മുടെ തൊഴിൽ വകുപ്പ് ഇത്തരത്തിൽ രഹസ്യമായിട്ടൊരു കരട് ചട്ടം തയ്യാറാക്കി? രഹസ്യമായിട്ടൊന്നും അല്ല, പരസ്യമായിട്ട് തയ്യാറാക്കി തന്നെയാണ്. പരസ്യമായിട്ട് തയ്യാറാക്കി കൊണ്ടുവന്ന കരട് ചട്ടം പൊതുജനാഭിപ്രായം തേടുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് ഫയൽ എഴുതിയിട്ടുള്ളത്. നമ്മളെ പൊതുജനാഭിപ്രായം തേടുന്നതിന് വേണ്ടി ഫയൽ എഴുതിയ ശേഷമാണല്ലോ ഈ കോൺഫറൻസ് നടക്കുന്നത്. അതിനുശേഷം എല്ലാ നടപടിക്രമവും നിർത്തിവെച്ചല്ലോ. കഴിഞ്ഞ 3 വർഷക്കാലമായി പിന്നെ ഒരു നടപടിക്രമവും നമ്മൾ സ്വീകരിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനെത്ര അഭിപ്രായം കാണിക്കുന്നത്? അവർക്കെല്ലാം ബോധ്യമാണ്. ബോധ്യപ്പെടാത്തത് നിങ്ങളെപ്പോലുള്ള ചില മാധ്യമ പ്രവർത്തകർക്കാണ്. പ്രതിപക്ഷത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഈ കോടതിയായിട്ട് പ്രതിപക്ഷം ഒരു മുദ്രാവാക്യമെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പിന്നെ എന്ത് രാഷ്ട്രീയമായിട്ട് നേരിടുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.